ആലിക്കുട്ടി ഉസ്താദിന്റെ പേരിൽ പരിപാടി വെച്ച് ഉസ്താദിനെ വളരെ മോശമായി അവതരിപ്പിച്ചു. 1 മണിക്കൂറോളം 35-40 മിനിറ്റോളം ഒരുത്തം നിന്ന് പ്രസംഗിച്ചിട്ട് 38 പല്ലും കാട്ടി ചിരിച്ചിരുന്ന് സഹകരിച്ചു കൊടുത്തു. ആ പരിപാടി നടത്തിന് ആർക്കും ഒരു പ്രശ്നമല്ല. ആ പരിപാടിയിൽ പറഞ്ഞ് അവതരിപ്പിക്കാൻ ശ്രമിച്ച തെറ്റിദ്ധാരണകളെ തിരുത്താൻ നമ്മൾ ശ്രമിച്ചാൽ അത് വൻ പാപങ്ങളിൽപ്പെട്ട പാപവുമായി മാറാം. ഈ രോഗമാണ് ഇപ്പൊ ഇന്ന് കേരളത്തില് മൊത്തത്തിലുള്ളൊരു രോഗം. ആ രോഗത്തിന് ചികിത്സ അല്ല, ആ ചികിത്സ മന്ദിരിച്ച് ഞങ്ങൾ ഇറക്കന്നെ ചെയ്യും. അതുവരെ ഞങ്ങൾ മന്ദിരിക്കും. ഇറക്കന്നെ വേറെ മാർഗമല്ലേ, വേറൊരു ചികിത്സയില്ല. ആ മന്ത്ര നടത്തുന്നത്. അപ്പോ അവിടെ അയാൾ ചില തെറ്റിദ്ധരിപ്പിക്കലുകൾ ഉണ്ടാക്കിയിട്ട് അത് നമുക്ക് ഒന്നും തീർക്കാം, എന്നിട്ട് നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. അയാൾ ആലിക്കുട്ടി ഉസ്താദുമായുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ വല്ലാതെ സംസാരിച്ചു. 10-16 വർഷത്തെ ബന്ധം ആലിക്കുട്ടി ഉസ്താദുമായി എനിക്കുണ്ട്. ഇതൊക്കെ എന്തിനാ പറയണത്? അപ്പൊ ഞാൻ പറയണതിന് അത്രയും ആധികാരികത ഉണ്ട് എന്നാ. അതുകൊണ്ടൊന്നും കാര്യമില്ല. കൂടെ നടന്നത് കൊണ്ടൊന്നും അതിനൊന്നൊക്കെ എത്ര എല്ലാം ചരിത്രങ്ങളുണ്ട്. കൂടെ നടന്നുകൊണ്ടൊന്നും ആരും മനസ്സിലാക്കാൻ കഴിയില്ല. അകന്ന് നിന്നു എന്നതുകൊണ്ട്, ശാരീരികമായി അകലം പാലിച്ചു എന്നതുകൊണ്ട് ഒരാളെ തിരിയാതെ പോവുകയും ഇല്ല. അറിയേണ്ട ആളുകളൊക്കെ പരസ്പരം അറിയും, തിരിച്ചറിയേണ്ടവർ പരസ്പരം തിരിച്ചറിയും. തിരിച്ചറിയാൻ കഴിയുക എന്നത് നല്ലൊരു ക്വാളിറ്റിയാണ്. ഒരുമിച്ച് ഒരു പാത്രത്തിൽ ഉണ്ട്, ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ച് ഒരു ബെഡിൽ കിടന്നുറങ്ങിയാലും ചിലപ്പോൾ കൂടെ നിൽക്കണമെന്ന് ചിലപ്പോൾ തിരിഞ്ഞോണമെന്നില്ല. 10-16 വർഷത്തിൽ 12 വർഷം ഏകദേശം ദിവസങ്ങളിലൊക്കെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനെങ്കിലും അവസരം കിട്ടിയിട്ടും ആലിക്കുട്ടി ഉസ്താദിന്റെ നിലപാടുകളെ കുറിച്ച് ഒരു ബോധ്യമല്ലാതെയാണ് അയാളാ സംസാരിച്ചത്. അപ്പൊ തന്നെ മനസ്സിലാക്കാലോ മൂപ്പർ ആലിക്കുട്ടി ഉസ്താദിനെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത്. നമ്മുടെ വിമർശകരുടെ പടവാളായി അറിയപ്പെടുന്ന ഒരാള് ആലിക്കുട്ടി ഉസ്താദിനെ ജീവിതത്തിൽ വേദനിപ്പിച്ച ആളുകൾക്ക് ആലിക്കുട്ടി ഉസ്താദിനെ അനുസ്മരിക്കാൻ എന്താണ് അർഹത എന്ന് ചോദിച്ചു എന്നുള്ളതാണ് ഈ പ്രസംഗത്തിന് സംസാരത്തിന് മുമ്പ് ആരംഭിക്കുന്നത് തന്നെ. എനിക്കവിടെ ചോദിക്കണം, നമ്മുടെ വിമർശകരായി എന്ന് പറയുമ്പോൾ ആരെയും നമ്മൾ? അദ്ദേഹം സംസാരിക്കുന്നത് ആരോടാണ്? CIC-ക്കാര് സമസ്ത പുറത്താക്കിയ നടപടിക്ക് വിധേയമായ ഒരു സംവിധാനം, ആ സംവിധാനത്തിന്റെ ആളുകൾ സംഘടിപ്പിച്ച ഒരു പരിപാടി. ആ പരിപാടിയിൽ സമസ്തയുടെ സ്ഥാപനമായ പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ ഭക്ഷണവും അവിടെ നിന്നുള്ള ശമ്പളവും വാങ്ങി 12 വർഷം ജീവിക്കുകയും 4 വർഷം അവിടുത്തെ ചോറ് നിന്ന് പഠനം നടത്തുകയും ചെയ്ത ഒരു വ്യക്തി അപ്പുറത്ത് പോയിട്ട് പറഞ്ഞു കൊടുക്കുന്ന വർത്താനാണ് എന്ത്? നമ്മുടെ വിമർശകർ. അപ്പൊ ഈ നമ്മുടെ എന്ന് പറയുമ്പോൾ ഇയാൾ എവിടെയുള്ളത്? ആലോചിക്കേണ്ട കാര്യമല്ലേ? ജാമിഅയിൽ തുടരാൻ ഇയാൾക്ക് എന്ത് യോഗ്യതയുള്ളത്? ഇനി ഇയാൾ ഇതിൽ നിന്ന് മാപ്പ് പറഞ്ഞ് പശ്ചാത്തപിച്ച് കുറ്റമേറ്റു പറഞ്ഞ് അബദ്ധമാണ് എന്ന് പൊതുസമൂഹത്തോടും സമസ്തയുടെ നേതൃത്വത്തോടും തുറന്നു പറയാതെ ജാമിഅയുടെ സ്ഥാപനത്തിൽ ഇയാൾ തുടരുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇത് ചോദിക്കാനുള്ള അവകാശം നമുക്കില്ലേ? പുറത്താക്കാനുള്ള അധികാരമൊന്നും ഇപ്പൊ എനിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് എന്നോ പോയിട്ടുണ്ടാവും. നമുക്കിപ്പോ അതില്ല. നമുക്ക് ചോദിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. ആ അവകാശത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സാധാരണ ഒരു മഹല്ലിൽ നടക്കുന്ന കാര്യം പറയും. ഒരു മഹല്ലത്തിൽ ഇങ്ങനെ ഒരാൾ ചെയ്താൽ നിങ്ങളിപ്പോൾ സാധാരണ മഹല്ലിന്റെ ഭാരവാഹികളൊക്കെ ഇവിടെ അല്ലേ? നിങ്ങളുടെ മഹല്ലത്തിൽ ഒരു വിഷയം നടന്നു. ആ മഹല്ലുമായി ബന്ധപ്പെട്ട് സഹകരിക്കാതെ എത്ര പറഞ്ഞാലും അനുസരിക്കാത്ത ഒരു പ്രത്യേക വിഭാഗമുണ്ട് എന്ന് സങ്കല്പിക്ക്. അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ. അവർക്കെതിരെ മഹല്ല് ആക്ഷൻ എടുത്തു. അവര് നമ്മൾ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ അവരുമായി മഹല്ലിന് യാതൊരു ബന്ധമല്ല. അതൊക്കെ നടക്കുന്ന കാര്യങ്ങളല്ലേ? നാട്ടിൽ നടക്കാറുള്ള കാര്യങ്ങളാണല്ലോ അതൊക്കെ. നിങ്ങളെ നാട്ടിലെ മദ്രസ പഠിപ്പിക്കുന്ന അധ്യാപകൻ അവരെ പരിപാടി പോയിട്ട് പ്രസംഗിക്കുകയാണ്. നമ്മളെ വിമർശകര് നമ്മളെ കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ ആരോടായി പറയണത്? ഈ പരിപാടി പോയിരുന്നിട്ട് മഹല്ലിനെതിരെ. നിങ്ങളെ മഹല്ല് കമ്മിറ്റിക്കാർ അയാൾ എന്താ ചെയ്യുക? ആ ലോജിക്ക് തന്നെ ഇവിടേക്കാണ് വെച്ചുകൊടുത്താൽ മതി. നിങ്ങൾ സമസ്തയുടെ സ്ഥാപനത്തിൽ ഇരുന്നു കൊണ്ട് സമസ്ത നടപടിയെടുത്ത ഒരു വിഭാഗത്തിന്റെ കൂടെ പോയി നിന്ന് കൊടുത്തുകൊണ്ട് നമ്മുടെ വിമർശകർ എന്ന് സമസ്തക്കാർക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ ഇയാളുടെ പക്ഷം ഏതാണ്? അത് അയാൾ വ്യക്തമാക്കേണ്ടതാണ്. എന്നിട്ട് ആലിക്കുട്ടി ഉസ്താദിനെ പ്രയാസപ്പെടുത്തിയ നിങ്ങൾക്ക് ആലിക്കുട്ടി ഉസ്താദിന്റെ അനുസ്മരണം നടത്താൻ അവകാശമുണ്ടോ, അർഹത ഉണ്ടോ എന്ന് ചോദിച്ചു. ചോദ്യം ശരിയല്ലേ?
ആലിക്കുട്ടി ഉസ്താദിനെ പ്രയാസപ്പെടുത്തിയ ആളുകൾ തന്നെയാണവർ. നമുക്കറിയാമല്ലോ, CIC-യുമായി ബന്ധപ്പെട്ട് ആലിക്കുട്ടി ഉസ്താദിന്റെ ഒരു ലെറ്റർ പുറത്തു വന്നപ്പോൾ ആ ലെറ്ററിന്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട് ആലിക്കുട്ടി ഉസ്താദിനെ സംശയത്തിന്റെ നിഴലിൽ സമൂഹത്തിന്റെ ഇടയിൽ ഒരു കുറ്റവാളിയുടെ രൂപത്തിൽ നിർത്തിയ ആളുകളാണിവർ. ഇതൊരു സമസ്തക്കാരനെ പൊരുത്തപ്പെടാൻ കഴിയുമോ? ഇത് പൊരുത്തപ്പെടാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളെ തലന്റെ ഉള്ളിൽ ഇപ്പൊ സമസ്തയല്ല. സമസ്തയുടെ ജനറൽ സെക്രട്ടറി, ഏവരും ആദരിക്കുന്ന ആൾ, ശത്രുവിനോട് പോലും മൃദു സമീപനം സ്വീകരിക്കുന്ന ആലിക്കുട്ടി ഉസ്താദിന്റെ എഴുത്ത് ജീവിതത്തിൽ വളരെ സൂക്ഷ്മത പാലിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഒരു ലെറ്ററിനെ ഇത് ആലിക്കുട്ടി ഉസ്താദിന്റെ പേരിൽ വേറെ ആരുണ്ടാക്കിയതാണ് എന്ന് പറയുമ്പോൾ ആലിക്കുട്ടി ഉസ്താദിന്റെ ആ പദവിയെ അല്ലേ ഇവർ പരിഹസിച്ചത്? അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ അല്ലേ ഇവർ ചോദ്യം ചെയ്തത്? അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയെ അല്ലേ ഇവർ ചോദ്യം ചെയ്തത്? ഇത് പരിഹാസമല്ലേ, ധിക്കാരമല്ലേ? എന്നിട്ട് വഫാത്തിന്റെ ശേഷം ആലിക്കുട്ടി ഉസ്താദിന്റെ ആളായിട്ട് അഭിനയിക്കേ? ഇത് ചോദിക്കുന്നത് ശരിയല്ലേ? എന്താ അതിന് കുഴപ്പം? അങ്ങനെ സമസ്തക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞത് ശരിയല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പറയും ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നാളെ പറയും ഞങ്ങൾ അങ്ങനെ ആലിക്കുട്ടി ഉസ്താദിന്റെ കത്തിനൊന്നും ചോദ്യം ചെയ്തിട്ടൊന്നുമില്ല എന്ന് പറയും. രണ്ടാമത് ആലിക്കുട്ടി ഉസ്താദിന് ഞാൻ പറഞ്ഞത് ഞാൻ തന്നെ പറഞ്ഞതാണ് എന്ന് തിരുത്തി പറയേണ്ടി വന്നില്ലേ? എന്റെ പേരിൽ വേറെ ആരും എഴുതിയതൊന്നുമല്ല, ആ ലെറ്റർ ഞാൻ തന്നെ എഴുതിയതാണ് എന്ന് ആലിക്കുട്ടി ഉസ്താദിന് വീണ്ടും സമൂഹത്തോട് പറയേണ്ടി വരില്ലേ? പറയേണ്ടി വന്നില്ലേ? ഒരു കള്ളനാക്കി നിങ്ങൾ ആലിക്കുട്ടി ഉസ്താദിനെ അവരോധിക്കാൻ ശ്രമിച്ചില്ലേ? നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ആലിക്കുട്ടി ഉസ്താദിന് വീണ്ടും അത് പറയേണ്ടി വന്നില്ലേ? നിങ്ങൾ ആ ചെയ്തത് പാതകം തന്നെയാണ്. അതുകൊണ്ടാ സമസ്തക്കാർ അങ്ങനെ പറഞ്ഞത്.